കോഴിക്കോട് സ്ത്രീയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കവർച്ച നടത്തിയെന്ന് സംശയിക്കുന്നയാൾ കസ്റ്റഡിയിലായിരിക്കുന്നു. മുംബൈയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. തൃശൂർ സ്വദേശിനിയാണ് ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കവർച്ച നടത്തിയത്. രാഹുൽ കെ വി വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള ഇയാളെ പിടികൂടിയ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള കാരണം അത് എപ്പോഴാണ് ഉണ്ടായത്? ഈ സ്ത്രീയെ പറ്റിയുള്ള വിശദാംശങ്ങൾ എന്താണ്? ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന ആളെ ആരാണ്? എങ്ങനെയാണ് ഇയാൾ കസ്റ്റഡിയിലായത്? പക്ഷേ മുംബൈ പൻവേലിൽ വെച്ചാണ് ഇയാളെ റെയിൽവേ പോലീസും അതുപോലെ RPF സംഘവും ചേർന്ന് പിടികൂടിയിട്ടുള്ളത്. വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. ചോദ്യം ചെയ്യൽ ഇടയ്ക്കിടെ പേര് മാറ്റി പറയുന്നുണ്ട് എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ഏതായാലും ഇയാൾ മലയാളിയല്ല, ഇതര സംസ്ഥാനക്കാരനാണ്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിൽ ട്രെയിൻ കോഴിക്കോട് വിട്ട സമയത്ത് ഈ തൃശൂർ സ്വദേശിയായ അമ്മിണിയെ ട്രെയിനിൽ നിന്ന് അയാൾ തള്ളിയിട്ടത്. ഇവരുടെ ബാഗ് കവർച്ച നടത്തുകയായിരുന്നു പ്രതി. അത് പ്രതിരോധിക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് അമ്മിണിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത്. അമ്മിണിയും സഹോദരനുമാണ് ഈ ട്രെയിനിലെ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിലെ S1 സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്തിരുന്നത്. ട്രെയിൻ കോഴിക്കോട് എത്തി നിർത്തിയ സമയത്ത് സഹോദരൻ ബാത്റൂമിലേക്ക് പോയതാണ്. ഇവർ ഒറ്റക്കായ സമയം അത്തക്കം നോക്കി ഇവരുടെ ബാഗ് മോഷ്ടിച്ച് കടക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം. അമ്മിണി ഇത് പ്രതിരോധിച്ചത്. 64 വയസ്സുകാരിയാണ്. പ്രതിരോധിച്ചതോടുകൂടി അവരെ ഈ മൂവ് ചെയ്യുന്ന ട്രെയിനിൽ യാത്ര തുടങ്ങിയ ട്രെയിനിൽ നിന്ന് വാതിൽ വഴി പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. പിന്നീട് സഹോദരൻ വന്ന TTയുടെ സഹായത്തോടുകൂടി ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നത്. ഈ അന്വേഷണത്തിന് വേണ്ടി ഒരു പ്രത്യേക വണ്ടിയിൽ നിന്നല്ലേ ഇവരെ പുറത്തേക്ക് തള്ളിയിട്ടത്? ഇവരുടെ ആരോഗ്യാവസ്ഥ ഇപ്പോഴെങ്ങനെയാണ്? അതെ, അവർ തലയിടിച്ചാണ് നിലത്ത് വീണിരുന്നത്. അന്ന് തന്നെ സഹോദരനും പോലീസും ഒക്കെ ചേർന്ന് തിരൂരിൽ അതിനെ എത്തിച്ച് അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സ നടത്തുകയും പിന്നീട് തൃശ്ശൂരിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. സാരമായി പരിക്കും. പക്ഷെ അവരിപ്പോൾ വീട്ടിലാണുള്ളത്. തുടർന്ന് ഈ അന്വേഷണം ഇത് ഇതര സംസ്ഥാന തൊഴിലാളിയാകാമെന്നൊരു സൂചന അമ്മിണി അന്ന് തന്നെ ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നുള്ള സൂചന ഉണ്ടായത്. ഇപ്പോൾ മുംബൈയിൽ നിന്നാണ് ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. രാഹുൽ KB വിവരങ്ങൾ നൽകിയത്.